എല്ലാവർക്കും നമസ്കാരം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വചനം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ 119 സങ്കീർത്തനത്തിൽ 4-5 വാക്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല കഷ്ടതകളുണ്ട്, പല വേദനകളുണ്ട്. ജീവിതം എപ്പോഴും ഒരു പട്ടുമെത്തയല്ല, മുള്ളും പറക്കാരെയും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒരു ദുഃഖത്തിനൊരു സുഖം ഉണ്ടാകും, ഒരു സുഖത്തിന് ദുഃഖം ഉണ്ടാകും. അങ്ങനെ സമ്മിശ്രമായ ഒരു ജീവിതാനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. പല ആൾക്കാർക്കും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ അവർക്ക് ശക്തിയില്ല. അപ്പോൾ അവർ അതിനെ ഫേസ് ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാത്ത ഒരുവനാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് കടഭാരമാകട്ടെ, പട്ടിണിയാകട്ടെ, ദുരിതങ്ങളാകട്ടെ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോകട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളാകട്ടെ, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ പല ആൾക്കാരും എന്താണെന്ന് ചെയ്യുന്നത്, അവർക്ക് ഈ ജീവിത അനുഭവത്തെ നേരിടാനുള്ള ശക്തിയില്ലാതെ പലരും ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ കാണാറുണ്ട്, അല്ലേ? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പല ആൾക്കാരും ആത്മഹത്യ ചെയ്ത് അവരുടെ ജീവിതം അവസാനിപ്പിക്കും. ഇന്നപ്പോഴത്തെ പുതിയ ജനറേഷനായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവർക്കൊരു സാധനം വാങ്ങിച്ചു കൊടുത്തില്ല അത് പറഞ്ഞ് അവർ ആത്മഹത്യ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ അവരെ ഒരു ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു ദൈവത്തിലേക്ക് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം, അത് മനസ്സിലാക്കി അവർക്ക് കൊടുക്കണം. പാപത്തിൻ്റെ ശമ്പളം മരണം അത്ര എന്നാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞൊരു പാപമാണ്. ഒരാളെ കൊന്നാൽ, അല്ലേ, ഒരാളെ കൊല്ലുകയാണെങ്കിൽ ആ കൊല്ലുന്നതിനുള്ള ശിക്ഷ എന്താണ് അവർക്ക് കിട്ടുന്നത്? അവർക്ക് തൂക്കുകയറായിരിക്കും, അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് ഒരാൾ സ്വയമേ ഹത്യ ചെയ്യുന്ന ആൾ, അവർക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ ഭയങ്കര ശിക്ഷയാണ്. അവരൊരിക്കലും സ്വർഗരാജ്യത്തിൽ കടക്കില്ല. അവർ നിത്യനരകമായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ആത്മഹത്യ ചെയ്യുന്നവർ നേരെ പോകുന്നത് അവരുടെ ആത്മാവ് നിത്യനരകത്തിലേക്കാണ്. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആരും ആത്മഹത്യ ചെയ്യരുത്. എത്ര തന്നെ പ്രയാസം ഉണ്ടായാലും അതിനെ അഭിമുഖീകരിക്കാൻ തക്ക ശക്തി ദൈവം നമ്മൾക്ക് തരും. 119 സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്, നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു വന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് നിന്റെ നടപ്പ് സ്ഥിരമായിരിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൻ്റെ 4-5. പിന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, 119 അധ്യായത്തിലാണ് നമ്മളിപ്പോൾ വായിച്ചത്. 15 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിൻ്റെ വഴിപാടുകളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിൻ്റെ ചട്ടങ്ങളിൽ രസിക്കും, നിൻ്റെ വചനത്തെ മറക്കുകയില്ല. ഇത് കിങ്സ് ജെയിംസ് വേർഷൻ്റെ ബൈബിളാണ്. പല ബൈബിളിലും പല വേർഡിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അർത്ഥം ഒന്നാണ്, പക്ഷേ പല വേർഡിങ്സാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിൻ്റെ വഴിയെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിൻ്റെ ചട്ടങ്ങൾ രസിക്കും, നിൻ്റെ വചനത്തെ മറക്കുകയില്ല. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കുകയും പ്രമാണങ്ങൾക്ക് അവൻ്റെ വഴി അനുസരിച്ച് നടക്കുകയും അവൻ്റെ വഴിയെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്താൽ നിൻ്റെ ചട്ടങ്ങളിൽ ഞാൻ രസിക്കും, നിങ്ങൾ സന്തോഷിക്കും. അവൻ്റെ വചനത്തെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക, ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ ഞാൻ രസിക്കും, അത് എൻ്റെ വഴികളിൽ ഞാൻ സൂക്ഷിക്കും, നിൻ്റെ പ്രമാണങ്ങളെ ഞാൻ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കും എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടന്നാൽ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ആചരിച്ചാൽ ഒരിക്കലും നമ്മൾ തളർന്നു പോവുകയില്ല. നമ്മുടെ വഴികളെ സൂക്ഷിക്കാം. ദൈവം ഈ ജോബെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഒരു ദൈവഭക്തനായിരുന്നു, ദൈവത്തെ പ്രമാണിച്ച് ജീവിക്കുന്നവരാണ്. ഒരിക്കൽ സാത്താൻ ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവപുത്രനോട് നിൽക്കേണ്ടതിന് സാത്താൻ അവിടെ ചെന്നപ്പോൾ ദൈവം ചോദിച്ചു,
എൻ്റെ ദൈവഭക്തന് എന്നെ ജീവിക്കുന്ന എൻ്റെ ജോബിനെ നീ കണ്ടോ? അപ്പം പറഞ്ഞു, അത് നീ അവന് ചുറ്റും വേലി കെട്ടിയേക്കുമല്ലേ, നീ അവൻ്റെ ഒന്ന് വേലി പൊളിച്ചു കളാ, അപ്പം നിന്നെ അവൻ ത്യജിച്ച് പറയും. അപ്പം നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, അവൻ്റെ ജീവനെ മാത്രം നീ ഒന്നും ചെയ്യരുത്. അങ്ങനെ അവിടെ വന്ന് എന്താണ് ചെയ്തത്? അവിടെ വന്ന് അവൻ്റെ മക്കളെയെല്ലാം കൊന്നു, അവൻ്റെ വീട് നഷ്ടപ്പെട്ടു, അവൻ്റെ ആടുപാടുകൾ, അവൻ്റെ സ്വത്തുക്കൾ എല്ലാം നശിച്ചു. അവന് വളരെയധികം വിഷമത അനുഭവിക്കാൻ ഒരു സംഗതിയിടയായി. അപ്പോഴും യോബ് എനിക്ക് ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും അനുഭവിക്കേണ്ടതാണെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ആചരിച്ചു, ദൈവത്തെ സന്തോഷിപ്പിച്ചു. അന്നേരം പിന്നെയും ദൈവപുത്രന്മാരുടെ അടുക്കൽ ഈ സാത്താൻ കയറി ചെന്നു. അപ്പം പറഞ്ഞു, നീ എൻ്റെ ദാസനായ യാക്കോബിനെ നീ കണ്ടോ? അവനെ നീ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ്റെ ഭക്തിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ത്വക്കിന് പകരം ത്വക്ക്, നീ അവൻ്റെ ശരീരത്തെ ഒന്ന് തൊട്ടു നോക്കിക്കേ, മാംസത്തെ ത്വക്കിനെ ഒന്ന് തൊട്ടു നോക്കിക്കേ, അപ്പോൾ നിന്നെ അവൻ തിരിച്ചു പറയാം, അതിന് ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ജോബിന് എന്താണ് സംഭവിച്ചത്? തല മുതൽ ഉച്ചി വരെ, കാൽപാദം മുതൽ ഉച്ചി വരെ ഭയങ്കര പരിക്കളായിട്ട് വളരെയധികം വേദനയുള്ള പരിക്കൾ ഉണ്ടായി. അവൻ ഒരു ഓട്ടുകഷ്ണം എടുത്ത് ചാരത്തിൽ പോയിരുന്നു മാന്തി. അവന് സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. അങ്ങനെ അപ്പോഴവൻ്റെ ഭാര്യയും അവൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, നീ ദൈവത്തെ സ്തുതിച്ച് പറ, ദൈവം നിനക്കൊന്നും ചെയ്യത്തില്ല. അവൻ പറഞ്ഞു, നീ എന്നാ പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നേ, ദൈവത്തിൽ നിന്ന് നമ്മൾ നന്മ മാത്രമല്ല തിന്മയും അനുഭവിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവം അവിടെ കണ്ടു ആ ഭക്തൻ എങ്ങനെയാണ് ജീവിക്കുന്നത്. അവന് 7 ഇരട്ടിയാണ് അവന് കൊടുത്തത്, എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം കൊടുത്തത്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവൻ, നമുക്ക് തിന്മകളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, കഷ്ടതകളുണ്ടാകും, പക്ഷെ അതിൽ നിന്നെല്ലാം കഷ്ടതകൾ നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 121 സങ്കീർത്തനങ്ങളിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. 121 സങ്കീർത്തനം 6, 7, 8. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാത്തക്കവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും അറിയുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവകൃപയിലായാൽ, ദൈവത്തോടുകൂടി വസിച്ചാൽ, ക്രിസ്തു നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ താണിരുന്ന് നമ്മൾ ക്രിസ്തുവിൽ അഭയം പ്രാപിച്ചാൽ നമുക്ക് കിട്ടുന്നത് നമ്മളെ താങ്ങുകയും നമ്മളെ പരിപാലിക്കുകയും നമുക്ക് ഒരു ദോഷവും തട്ടാത്തവണ്ണം നമ്മളെ കയ്യിലെടുത്ത് നമ്മളെ പരിപാലിക്കുന്ന, പെറ്റ തള്ള കുഞ്ഞിനെ കാക്കുന്നത് പോലെ നമ്മളെ കാക്കുന്ന ഒരു രക്ഷകൻ നമുക്കുണ്ട്, ദൈവം നമുക്കുണ്ട്. അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും, നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കും. നിനക്കൊരു ദോഷവും തട്ടത്തില്ല. അഥവാ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടായാൽ തന്നെ അതിൽ നിന്നൊക്കെ നിന്നെ വിടുവിക്കും. ഒരു തിന്മയും നിനക്കുണ്ടാകാൻ അവൻ സമ്മതിക്കുകയില്ല, ഒരു ദോഷം ഉണ്ടാകാൻ അവന് സമ്മതിക്കുകയില്ല. എന്തെങ്കിലും കഷ്ടത ഉണ്ടായാൽ അവൻ അതിൽ നിന്നും വിടുവിക്കും. നമ്മുടെ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം വലിയ ദൈവമാണ്. ഹീ ഈസ് ഗ്രേറ്റ് ഗോഡ്. നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. നമ്മളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമ്മൾ ആത്മഹത്യയിലേക്ക് ഒരിക്കലും പോകരുത്. ആത്മഹത്യ ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യുന്നവൻ നിത്യനരകത്തിന് അവകാശമായിത്തീരും. അതുകൊണ്ട് മക്കളെ, നിങ്ങളാരും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ആത്മഹത്യ ചെയ്യുന്നവൻ നിത്യനരകത്തിന് അവകാശിയായി. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, നിങ്ങളെ ശക്തരാക്കും, നിങ്ങളുടെ വേദനകളെല്ലാം അഭിമുഖീകരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും. അതുകൊണ്ട് ഈ വചനം നിങ്ങളിൽ ശാന്തിയും സമാധാനവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.
ഹാവ് എ ബ്ലസ്സഡ് ആൻഡ് വണ്ടർഫുൾ ഡേ. ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ മക്കളെ. ബൈ ബൈ. ഗോഡ് ബ്ലസ് യു.